ബ്രെഡ് കൊണ്ട് റവ കൊണ്ടൊക്കെ എല്ലാവരും ജാമുൻ ഉണ്ടാക്കി കഴിച്ചില്ലേ? ഇനി നമുക്ക് ക്യാരറ്റ് ജാമുൻ ഉണ്ടാക്കാം. ക്യാരറ്റ് ജാമുൻ ആവശ്യമായിട്ട് റവയും ക്യാരറ്റുമാണ് വേണ്ടത്. ഫസ്റ്റ് തന്നെ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കുക. അതിലേക്ക് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് പാലും 1 കപ്പ് റവയും കൂടി ചേർത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. കുറുകി വന്നതിന് ശേഷം ഇങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇളം ചൂടിൽ എന്താക്കാം, ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ചെറിയ ചെറിയ ബോൾസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒന്ന് ആവിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ ഒരു 3 മിനിറ്റെങ്കിലും വെച്ചാൽ മതിയേ. ഇനി നമുക്കിതിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കാം. ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് പാലാണ്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കുറച്ച് ഉപ്പും ഏലക്കായും ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയത് കൂടി ചേർത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കാം. നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ജാമുൻ ബോൾസില്ലേ, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് സെർവ് ചെയ്യാം. നമ്മളെ ക്യാരറ്റ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.